ഹലോ. അപ്പോൾ ഇന്നലെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണം കാണാം. അപ്പോൾ എൻ്റെ ചാച്ചൻ്റെ കല്യാണമാണ്. ഇത് എൻ്റെ ചാച്ചൻ്റെ അമ്മയാണ്. ഇത് പിന്നെ തേങ്ങാക്കൊല പറയിലോട്ട് നിറയ്ക്കാൻ. പിന്നെ ഇത് നെല്ലാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് പുതിയൊരു മേന്മ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പറയതാണ്. കുറച്ചധികം തിരക്കുണ്ട്. ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തേങ്ങാക്കൊലയൊക്കെ നിറച്ചു പറയിൽ സെറ്റാക്കി വെച്ചു കേട്ടോ. ലാഗാണെങ്കിൽ എനിക്കറിയില്ല, ലാഗാണെന്നാണ് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്താ പറയുക, പൂവൊക്കെ വെച്ച് സെറ്റാക്കി. ഈ കോലനുള്ളിൽ പൂവൊക്കെ മുല്ലപ്പൂ ചൂടിയൊക്കെ കൊടുത്തു. പിന്നെ അടുത്തത് കാണുമ്പോൾ ഈ താലിമാല റെഡിയാക്കുകയാണ്, നൂലൊക്കെ കൊണ്ട് താലിമാല. ഇതാണ് എൻ്റെ ചാച്ചൻ അവിടെ ഇരിക്കുന്നത്. പിന്നെ താലിമാല എങ്ങനെയൊക്കെയോ കെട്ടിയിട്ട് എന്താണ് മഞ്ഞൾ തേച്ച് കൊടുക്കണ്ട. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. മഞ്ഞളൊക്കെ ഫുള്ളായി തേച്ച് കഴിഞ്ഞു. കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഈ തേക്കുന്നതൊക്കെ കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ് ചെയ്യുക. പിന്നെ എന്ന് പറയുന്നത് ഇതിൽ ലോക്കറ്റ് കോർക്കണം. അതാണ് അടുത്ത ടാസ്ക്. ഇതാണ് മാല, ചങ്ങല. അപ്പം അടുത്തത് ലോക്കറ്റ് കോർക്കണം. അതെൻ്റെ മാമനാണ് ചെയ്തു കൊടുക്കുന്നത്. അതാണെന്നാണ് തോന്നുന്നത് ലോക്കറ്റ്. എനിക്കറിയില്ല, നോക്കണം. ഇപ്പം നമുക്ക് നോക്കാം. ആൻഡ് ഇത് മോതിരമാണ്. ഇതാണ് ലോക്കറ്റ്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് ലോക്കറ്റ്. പിന്നെ ചാച്ചനെ കൊണ്ട് കോർക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചാച്ചൻ കോർക്കുകയാണ്. ഇത് കുറച്ച് ലാഗാണ് കേട്ടോ. എന്താണ് താലിമാല റെഡിയാക്കൽ കുറച്ച് ലാഗാണ്. ഞാനിത് ഫാസ്റ്റസ്റ്റ് ആക്കിയില്ല, നടുക്കൊക്കെ ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായി കോർത്തൊക്കെ കഴിഞ്ഞു. പിന്നെ പൊട്ട് വെക്കൽ ചടങ്ങാണ്. ഇതൊരു ചടങ്ങ് എന്നാണ് അവിടുത്തെ ഒരു അങ്കിള് പറഞ്ഞത്. പിന്നെ അളിയന്മാരും ഏട്ടന്മാരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൊട്ട് വെച്ചു. പിന്നെ ഇതാണ് കല്യാണച്ചക്കൻ്റെ അച്ഛൻ, ചെറിയ അച്ഛനാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ ഇത് അപ്പൂപ്പനാണ്. പിന്നെ ഇത് മാമൻ. അങ്ങനെ എല്ലാവരും വന്ന് പൊട്ടൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഇപ്പോൾ വന്ന് വെച്ച മാമൻ്റെ എന്താ പറയുക, വൈഫാണ് കേട്ടോ. ഇത് കല്യാണച്ചക്കൻ്റെ മാമനാണ്. പിന്നെ ഇതാണ് അനിയത്തി. പിന്നെ ആ ഒരു അനിയത്തിയാണ് കേട്ടോ, സ്വന്തം അനിയത്തിയാണ്. കയ്യിലൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഇപ്പോൾ വന്ന ആൻറ്റിയുടെ ഹസ്ബൻഡാണ് കേട്ടോ ഇത്. പൊട്ടൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ എന്താണ് താലിയും ഒരു സാരിയും എല്ലാം കൈമാറിയിട്ടുണ്ട്. ഇതാണ് വലിയ ചേച്ചി ഓർ അനിയത്തി, അറിയില്ല കേട്ടോ എനിക്ക്. പിന്നെ ഇതും 3 പ്രാവശ്യം ചുറ്റാണ്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇപ്പോൾ എന്താ പറയുക, ചുറ്റിയൊക്കെ വരുന്നുണ്ട്. പയ്യെ പോകാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കാണ്
എക്സൈറ്റഡ്, കാരണം പുതിയ നിയമമൊക്കെ വരുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെന്താണ്, അതിൽ ചെയിനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കൈമാറി, ചാച്ചൻ്റെ അടുത്ത് വീണ്ടും തന്നെ കൈമാറി. പിന്നെ വീണ്ടും മോതിരിടൽ ചടങ്ങാണ് കേട്ടോ. മാമന്മാരൊക്കെ ചേർന്ന് മോതിരം ഇടുകയാണ്. അപ്പോൾ രണ്ട് കയ്യിലും ഓരോ മോതിരവും, പിന്നെ ഒരു കയ്യിൽ മാത്രം 2 മോതിരം, അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻറ്റിയുടെ ഹസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ആൻറ്റിയുടെ ഹസ്ബൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് സമ്മാനമായിട്ട് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത് ചാച്ചൻ. ഇതാണ് കവി ആൻറ്റി, ഇത് സുരമാമനാണ്. പിന്നെ ഇത് വേറെ ആൻറ്റിക്ക്, ഇത് ഹാം ആൻറ്റിയാണ്. ഇത് അവൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ ഇത് വേറൊരു അങ്കിള് മോതിരിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ, വീട്ടിൻ്റെ അടുത്തുള്ളൊരു അങ്കിള്. പിന്നെ ദക്ഷിണ കൊടുക്കുകയാണ്. ഇത് കുറേ നേരമാവും കേട്ടോ. പിന്നെ തന്നവൻ്റെയൊക്കെ പേര് എഴുതുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കല്യാണം.